139 വർഷത്തെ ചരിത്രമുണ്ട് ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ വമ്പന്മാർക്കെല്ലാം യൂറോപ്യൻ ട്രോഫികളുമുണ്ട്. വർഷങ്ങളായി അവർ കാത്തിരിക്കുന്നത് ആ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ടാണ്. ആ കാത്തിരിപ്പ് ഇനിയും തുടരും. PSG-2 ആഴ്സണൽ 1 പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിച്ചില്ല. PSG തന്നെ ഫൈനലിലേക്ക് കയറി. ഫസ്റ്റ് ലെഗിൻ്റെ അഡ്വാൻറ്റേജ് PSG 100% മുതലാക്കി എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും കളിയിലേക്ക് വരികയാണെങ്കിൽ ആഴ്സണൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കം 10-15 മിനിറ്റ് അവർ വളരെ നന്നായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2-3 ബിഗ് ചാൻസുകളൊക്കെ കിട്ടി. ഡൊണറുമയുടെ ചില കിടിലൻ സേവുകളൊക്കെ ഉണ്ടായിരുന്നു. വാട്ട് എ ഗോൾ കീപ്പർ. പുള്ളിക്കാരൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സാക്കയ്ക്ക് അത് മുതലാക്കാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. ഇപ്പം എന്തായാലും ഡൊണറുമ ഫസ്റ്റ് 10 മിനിറ്റിലടുത്ത് സേവുകൾ, അതിനകത്ത് ഓഡിഗാർഡിൻ്റെ ഒക്കെ സേവ് ചെയ്ത് എങ്ങനെയാണെന്ന് പോലും ആലോചിച്ചിട്ട് പേടി കിട്ടുന്നില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ബോൾ വരുന്നത് പുള്ളി കാണുന്നില്ല. കാരണം ഫ്രണ്ടിൽ പ്ലേയേഴ്സ് ഉണ്ട്, പുള്ളിയുടെ തന്നെ പ്ലേയേഴ്സ് ഡിഫൻഡേഴ്സ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്കടെ പുള്ളി ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് ബോൾ വരുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സമയത്തുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവറിൽ വന്ന ബോൾ പുള്ളി എങ്ങനെയോ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിപ്പായിരുന്നു എന്നുള്ളതാണ്. പുള്ളിക്ക് മനസ്സിലായി 2-3 ഷോട്ടുകളൊക്കെ പടപടയെന്ന് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്ന് കളി സ്ലോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷമാണ് പിന്നെ കളി റെസ്യൂം ആയത്. അപ്പോൾ അത്രയും ഒരു പ്രഷറാണ് ആഴ്സണലിൻ്റെ തുടക്കത്തിൽ വെച്ച് കൊടുത്തത്. ഡെക്ലാൻ റൈസിന് ചാൻസ് ഉണ്ടായി, അതുപോലെ മാർട്ടിനെല്ലിക്ക് ചാൻസ് ഉണ്ടായി. പക്ഷെ അതൊന്നും മുതലാക്കാനായിട്ട് ആഴ്സണലിന് സാധിച്ചില്ല. അതാണ് പലപ്പോഴും അവർക്ക് പറ്റിപ്പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അവർ ബിഗ് മൊമെൻറ്റ്സിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ സംഹൗ ദേ മിസ് ഇറ്റ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ വെച്ച് കളി മാറേണ്ടായിരുന്നു. ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ കളി മൊത്തത്തിൽ മൊമെൻറ്റം മാറേണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഈ പറയുന്ന പോലെ PSG-ക്ക് നല്ലൊരു ചാൻസ് കിട്ടി. ക്വാർട്ട്ഷീലിയുടെ ഒരെണ്ണം പോസ്റ്റുമ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫാബിയൻ റൂയിസിൻ്റെ ഗോൾ വന്നത്. പിന്നീട് മൊമെൻറ്റം ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഫാബിയൻ റൂയിസിൻ്റെ ഗോൾ വന്നതാണെങ്കിലും ഈ പറയുന്ന പോലെ ആഴ്സണൽ ക്ലിയർ ചെയ്ത ഒരു സെറ്റ് പീസ്. ഫാബിയൻ റൂയിസ് ബോൾ കിട്ടി, അടിപൊളി ഷോട്ട്, നല്ല ക്ലിയർ ഫിനിഷ്, അങ്ങനെയാണ് ഗോൾ വന്നത്. ആഴ്സണൽ സെറ്റ് പീസ് അടിക്കുന്നതിൽ അവർ മിടുക്കന്മാരാണ്. പക്ഷേ ഇതൊരു സ്റ്റാറ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ വഴങ്ങുന്ന ടീം എന്ന് പറയുന്ന ആഴ്സണലാണ്. അപ്പോൾ ഒരു സൈഡ് ശരിയായപ്പോൾ മറ്റേ സൈഡ് അവർക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതുപോലെ സെറ്റ് പീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ആഴ്സണലിൻ്റെ ഒരു പ്രധാന ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ത്രോയിൻസ് ആയിരുന്നു. തോമസ് പാർട്ടിയൊക്കെ ഒരുപാട് ത്രോയിനുകൾ അകത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്ക് തോന്നിപ്പോയത് ഇത് വീണ്ടും എൻ്റെ സ്ട്രീമിങ് സ്റ്റക്കായതാണെന്നാണ്. കാരണം ഒരേ സ്ഥലത്ത് തന്നെ വെച്ച് വീണ്ടും തോമസ് പാർട്ടി ത്രോ എടുക്കുന്ന പോലെ തോന്നി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവർ കയോസ് സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. ഈ പറയുന്ന പോലെ ഓഡിഗാർഡിൻ്റെ ഷോട്ട് വന്നത് അങ്ങനെ ഒരു സൃഷ്ടിച്ച കയോസിൽ നിന്നാണ്. ഇപ്പം എന്തായാലും ഈ ഒരു ടാക്ടിക്സ് ഇത് സ്റ്റോക്ക് സിറ്റിയുടെ ടാക്ടിക്സ് ആണ്. ഇപ്പോൾ ആർട്ടറ്റേനെ കളിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലം തൊട്ടല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിനെ കളിയായിക്കൊണ്ടിരുന്നത് സ്പാനിഷ് ടോണി പുലിസ് എന്നാണ്. അപ്പം ടോണി പുലിസിൻ്റെ മെയിൻ പരിപാടിയായിരുന്നു ഈ പറയുന്ന പോലെ സെറ്റ് പീസും അതുപോലെ തന്നെ ലോങ് ത്രോയിനും. അതെടുത്തുകൊണ്ടിരുന്ന വേറെ ആരുമല്ല, റോറി ഡിലാപ്പായിരുന്നു, നമ്മുടെ ലിയാം ഡിലാപ്പിൻ്റെ ഡാഡി. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടിയാണ് അവർ ഇന്നത്തെ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ആസൂത്രണം ചെയ്തത്. ഇപ്പം എന്തായാലും ഗോളുകളൊന്നും കണ്ടെത്താനായിട്ട് ആഴ്സണലിന് സാധിച്ചില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ലൂയിസ് കെല്ലിയുടെ കൈമ കൊണ്ടതിന് PSG-ക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി കിക്ക് കിട്ടിയതാണ്. പക്ഷേ വിട്ടീഞ്ഞ വളരെ മോശം ഒരു പെനാൽറ്റിയാണ് എടുത്തത്. ആ റണ്ണപ്പ് കണ്ടപ്പോഴേ അറിയായിരുന്നു മിസ്സാക്കുമെന്നുള്ള കാര്യം. അത്രയും മോശമായിട്ടുള്ള റണ്ണപ്പും അതുപോലെ തന്നെ ഷോട്ടും ആയിരുന്നു അതെടുത്തത്. അപ്പോൾ അങ്ങനെ അവിടെ അത് റായ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അധികം താമസമൊന്നും വന്നില്ല ഹക്കീമിയുടെ ഗോൾ വരാനായിട്ട്. പെട്ടെന്ന് തന്നെ 2-0 ആയി. അങ്ങനെ മൊത്തത്തിൽ അഗ്രിഗേറ്റ് 3-0 ഗെയിം ഓവർ. അങ്ങനെയാണ് പിന്നെ തോന്നിയത്. അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നീട് അതിന് ശേഷം സാക്കയുടെ ഒരു ആശ്വാസ ഗോൾ ഉണ്ടായി. അതുപോലെ തന്നെ സാക്കയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൊണറുമയുടെ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഓപ്പൺ ചാൻസ് അവിടെ സാക്കയ്ക്ക് കിട്ടിയതാണ്. പക്ഷെ അത് മാനത്തേക്ക് അടിച്ചു കളഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പേഴ്സണൽ ദിവസമായിരുന്നില്ല ഇന്നലെ. ഫിനിഷിങ് ബെറ്റർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ കയറിപ്പോയേനെ. അപ്പോൾ എന്തായാലും അത് വിചാരിച്ചുകൊണ്ടാണ് തോന്നുന്നു ആർട്ടറ്റ പറഞ്ഞത് ഞങ്ങളായിരുന്നു ഈ കോമ്പറ്റീഷനിൽ ബെസ്റ്റ് ടീം എന്നുള്ള കാര്യം. ഡൊണറുമ എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെയാണ് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തത്. അതല്ലായിരുന്നെങ്കിൽ ബാക്കി എല്ലാ മത്സരങ്ങളും നോക്കിക്കഴിയുമ്പോൾ ഞങ്ങളായിരുന്നു ബെസ്റ്റ് ടീം എന്നുള്ള കാര്യം. സ്റ്റാറ്റിസ്റ്റിക്കിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ശരിയാണ്, അവർ ബാക്കിയുള്ള മത്സരങ്ങളിലാണെങ്കിലും നല്ല വിജയങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടാണ്. എസ്പെഷ്യലി റയൽ പോലത്തെ ടീമിനെതിരെയൊക്കെ വിജയം സ്വന്തമാക്കിയിട്ടാണ് വന്നത്. പക്ഷേ സ്റ്റാറ്റല്ല ഒറിജിനൽ കളി എന്ന് പറയുന്നത്. അവിടേക്ക് വന്നു കഴിയുമ്പോൾ വിജയം മാത്രമാണ് മാറ്റർ ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ PSG ആണെങ്കിൽ അവർ തട്ടിയും മുട്ടിയും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് കയറി വന്നൊരു ടീമാണ്. അവർക്കാണെങ്കിൽ എല്ലാ ഇംഗ്ലീഷ് ടീമുകളെയും ഈ കൊല്ലം ക്വാളിഫൈ ആയ എല്ലാ ഇംഗ്ലീഷ് ടീമുകളെയും അവർ തോൽപ്പിച്ചു എന്നുള്ളതും മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എൻട്രിക്ക് പറയുകയും ചെയ്തു വി ആർ ദി ഫാർമേഴ്സ് ലീഗ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും PSG ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് 2ാമത്തെ തവണ. പിന്നറാണെങ്കിലും ഈ അടുത്ത് ഫൈനലിൽ കളിച്ച് പൊട്ടിയ ടീമാണ്. അപ്പോൾ അങ്ങനെ ഓൾ ടൈമേഴ്സ് വേഴ്സസ് യങ് ബോയ്സ് ആര് ജയിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. മ്യൂണിക്കിലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. ആഴ്സണലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ട്രോഫിലെസ് ആയിട്ടുള്ള മറ്റൊരു സീസൺ, ആർട്ടറ്റ ഔട്ട് എന്നുള്ള രീതിയിൽ ചില ആൾക്കാരൊക്കെ അവിടെ നിന്നൊക്കെ മുറി വിളിക്കുന്നുണ്ട്. പക്ഷേ നത്തിങ് ഗോണ ഹാപ്പൻ.
അപ്പം എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.